നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഐനുൽ ഖിബ്ലത്ത് തന്നെ വേണമല്ലോ ഉസ്താദെ. അപ്പോൾ പള്ളിയുടെ കുറച്ച് ബാക്കിൽ വെച്ച് നിസ്കരിക്കുകയോ പള്ളിയുടെ പുറത്ത് വെച്ച് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ പള്ളിന്റെ മുകളിൽ വെച്ച് അവസാനം വെച്ച് നിസ്കരിക്കുന്നവരോ ആൾക്കാർക്ക് ശരിയായിട്ട് ഖിബ്ല എങ്ങോട്ടാണെന്ന് കാണൂല. അപ്പോൾ ഈ കണ്ടവരെ കണ്ടാൽ മതിയോ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ വരയിട്ടിട്ടുണ്ടാവും, അത് ഊഹാപോഹം മതിയോ എന്നതാണ് ഉസ്താദെ. അത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് നന്നായിരിക്കും. ഞാൻ മൈക്ക് വിടുന്നു. അടുത്ത ചോദ്യം പിന്നീട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. കഅബയുടെ അടുത്തുള്ള ആളുകൾക്ക് യഖീൻ വേണം, ദൂരമുള്ള ആളുകൾക്ക് വന്ന് മതി. അങ്ങനെ ദൂരമുള്ള ആളുകൾക്ക് വന്ന് മതി എന്ന് പറഞ്ഞാൽ അപ്പോ വരട്ടത് കാണുകയോ അതല്ലെങ്കിൽ കണ്ട ഒരാള് പറയുകയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വന്നുകൾ ഉണ്ടായാൽ മതി. അതേ സമയത്ത് അടുത്തുള്ള ആളുകളെ സംബന്ധിച്ച് യഖീൻ വേണം. യഖീൻ വേണമെങ്കിൽ എന്ത് വേണം? ഒരു പക്ഷേ നേരിൽ തന്നെ കണ്ണുകൊണ്ട് കാണണം, അതല്ലെങ്കിൽ നേരിൽ കണ്ണുകൊണ്ട് കാണുന്നവരെ കണ്ണുകൊണ്ട് കാണണം. കണ്ണുകൊണ്ട് കാണുന്നവരെ കണ്ടാലും മതി, അങ്ങനെ യഖീൻ വേണം. അതേസമയത്ത് ദൂരത്തുള്ളവർക്ക് ഖിബ്ലന്റെ ഐനിലേക്ക് മുന്നിട്ടു എന്നതിന് വന്നുണ്ടായാൽ മതി. വന്ന് ഇങ്ങനെ പലതുകൊണ്ടും കിട്ടും. വിനാരം കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പത്തെ ക്ലോക്ക് ടവർ കണ്ടിട്ടോ അതല്ലെങ്കിൽ പറഞ്ഞേക്ക് വരയിട്ടത് കണ്ടിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ വന്നിട്ടും ഇത് വന്നുണ്ടായാൽ മതി. ദൂരമുള്ളവർക്ക് വന്ന് മതി, അടുത്തുള്ളവർക്ക് യഖീൻ വേണം. എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ നേരിട്ട് കാണണം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നവരെ കാണണം. ഞാൻ അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കണ്ട് നേരിട്ട് കണ്ട ഒരു സിഖത്തായ ആള് പറഞ്ഞാൽ അത് യഖീൻ കിട്ടുന്ന ഇല്ലെങ്കിൽ പോലും അത് മതിയാവും കരീബിനും എന്നർത്ഥം. പക്ഷേ വന്നുകൊണ്ട് പറയുന്ന ആള് പറഞ്ഞാൽ പോരാ കരീബിന്, അത് ദൂരത്തുള്ളവർക്കേ മതിയാവുള്ളൂ. ഉസ്താദെ, ഈ കഅബത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉസ്താദ്, അല്ലെങ്കിൽ പള്ളിന്റെ ഈ അടുത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഉസ്താദ്. നമ്മൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ ആൾക്കാരെ മറിഞ്ഞ് ചിലർക്ക് തിരിഞ്ഞും മറിഞ്ഞ് നിസ്കരിക്കും. അപ്പൊ അവരെ പോലെ മുന്നിട്ടാൽ പ്രശ്നമാകുമോ? ഈ അടുത്ത് എന്നത് ഈ കഅബത്തിനെ കാണുന്ന മതാഫിന്റെ അകത്തെന്നാണ് ഉസ്താദ് അത് പറഞ്ഞത് ഉപകാരിക്കും. അസ്സലാമു അലൈക്കും. മതാബ് എന്നൊന്നും അതിനർത്ഥമില്ല. കാണാൻ സൗകര്യപ്പെടുന്ന ആദത്തിന് അല്ലെങ്കിൽ ഉറുഫൻ നിലക്ക് കാണാൻ പ്രയാസമില്ലാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ. അതിപ്പോ മസ്ജിദുൽ ഹറാമിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ചിലപ്പം ചുരുക്കത്തിൽ ചില തൂണിന്റെ മറ വരും എന്നത് ഒഴിച്ചാൽ അതൊന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ യമീനോ ഷിമാലോ തെറ്റി നോക്കിയാൽ കാണുകയും ചെയ്യും. അങ്ങനെ കഅബ കാണാൻ പ്രയാസകരമല്ലാത്ത നിലക്കുള്ള ദൂരത്തുള്ളവരൊക്കെ ആ പറഞ്ഞപ്പെട്ട്. അല്ല, ഞാൻ മത്താഫ് എന്ന് പറഞ്ഞാല് പഴയ കാലത്തെ മത്താഫ് വളരെ ചെറുതായിരുന്നു, പിന്നീട് അത് വികസിച്ച് ഇപ്പൊ വളരെ വലുതായി. ഇനിയും വികസിപ്പിക്കാൻ പോകുക. അപ്പൊ അതിനൊരു ഹദ് പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ കണക്കെന്താ? അതായത് ഒരാള് സൂക്ഷ്മമായി നോക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത നിലക്ക് നോക്കിയാൽ കാണാവുന്ന പരിധിയിൽ പെടുന്ന ദൂരമൊക്കെ കരീബ് തന്നെ. ആ കരീബിലുള്ളവരാണെങ്കിൽ നേരിട്ട് കാണണം, അല്ലെങ്കിൽ കാണുന്നവരെ കാണണം. ഇബാറത്തില് ഇവിടെ കിതാബില് ടെസ്റ്റില് കാഫ് പോയതോന്ന് അറിയില്ല ഉസ്താദെ. ഫലാ യജൂസു തർക്കുൽ ഖിബ്ലത്തി ഫിന്നഫലി ആബിഖിൻ എന്നാണ് ഉസ്താദെ ഉള്ളത്, അല്ലെങ്കിൽ ലാ ഇല്ലേ, അല്ലെങ്കിൽ ക ആബിഖിൻ എന്നാണ് ഉസ്താദ് എന്ന് പറഞ്ഞത് ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. ഏത് ഭാരത്തിലാണ് അജരേത്? എവിടെ അവിടെ തന്നെ അടിച്ചുകൂടെ ഞങ്ങൾക്ക്? എവിടെയാണ് ഇപ്പൊ ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ടായി. ഫലാ യജൂസു തർക്കുൽ ഖിബ്ലത്തി ഫിന്നഫിലി ലിആബിഖിൻ വമുസാഫിരിൻ.
കാഫിന്റെ ആവശ്യം എന്താണ്? മനസ്സിലായില്ല. ഫലാ യജൂസു തർക്കുൽ ഖിബ്ലത്തി ഫിന്നഫ്ലി ലി ആബിഖിൻ എന്ന് പറഞ്ഞ മുസാഫിർ മാസിയത്തിന്റെ സഫർ ചെയ്യുന്നവന്റെ ഉദാഹരണല്ലേ. ഫിന്നഫ്ലി ലി ആബിഖിൻ വ മുസാഫിരിൻ കണ്ടോ. അതൊക്കെ മുസാഫിറുൻ അലൈഹി ദൈനുൻ ഹാലുൻ ഖാദിറുൻ അലൈഹി മിൻ ഗൈരി ഇദ്നി ദായിനിഹി എന്ന് പറഞ്ഞത് മറ്റൊരു മാസിയത്തിന്റെ സഫറിന്റെ ഉദാഹരണമാണ്. കടം വീട്ടാനുള്ള അവധിയെത്തിയ ആള് അത് ഒരു ഉദാഹരണം, ആബിഖ് മറ്റൊരു ഉദാഹരണം. അതൊക്കെ മാസിയത്തിന്റെ സഫറിന്റെ ഉദാഹരണം പറഞ്ഞു മാത്രം. കേൾക്കില്ല സുഹൃത്തുക്കളെ? എന്റെ ചോദ്യം, സുന്നത്സ്കാരത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ, കിബ്ലക്ക് മുന്നിടുന്ന വിഷയങ്ങളും മറ്റുള്ള വിഷയങ്ങളും പറഞ്ഞല്ലോ. അപ്പൊ ഈ യാത്രയിൽ ഉദാഹരണത്തിന് ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന് രാവിലെ സുബഹിസ്കരിച്ച ഉടനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയത്ത് അദ്ദേഹം ഡ്യൂട്ടിക്ക് പോകുന്നു. പക്ഷെ അദ്ദേഹം തെക്കും വഴക്കും കിഴക്കും പടിഞ്ഞാറും മൊത്തം ചുറ്റിക്കറങ്ങിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സ്ഥലത്ത് എത്തുന്നത്. കാരണം അദ്ദേഹത്തിന് ഡ്രൈവറാണ്, എല്ലാ സമയത്തും ലൈൻ ബസ് പോകുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് സുജൂദ് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ, ദുഹ പോലുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ഈ സുജൂദൊക്കെ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നിസ്കരിക്കും വണ്ടി ഓടിക്കുമായിരിക്കും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സമയം പറയുമ്പോൾ കൈ ഉയർത്താനോ അദ്ദേഹത്തിന് കഴിയില്ല, നിസ്കാരത്തിൽ കൈയെത്താൻ കഴിയില്ല. അതുപോലെ അദ്ദേഹത്തിന് അതും ആംഗ്യഭാഷയിൽ മാത്രം ചെയ്താൽ മതിയോ ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ സ്വല്ലാ കൈഫ മാംകന എന്നാണല്ലോ പറഞ്ഞത്. സാധിക്കും പോലെ കരിച്ചാൽ മതി. എങ്ങോട്ടാണോ പോകുന്നത് പോകുന്ന ഭാഗത്തേക്ക് തിരിയുക. വാഹനത്തിലേറി യാത്ര ചെയ്യുന്നവൻ റുക്കൂയിലും സുജൂദിലും ഇശാറത്ത് ചെയ്താൽ മതി. അതേ സമയത്ത് നടന്ന് യാത്ര ചെയ്യുക, കാൽനടയാണെങ്കിലാണ് ഖിബിലക്ക് മുന്നിട്ട് റുക്കൂയ് ചെയ്യണം എന്നും ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് 2 സുജൂദും സുജൂദിന്റെ ഇടയിലെ ഇരുത്തവും വേണം എന്നും ഒക്കെ പറഞ്ഞത് കാൽനടക്കാരനെ സംബന്ധിച്ച. അതേ സമയത്ത് ബസ്, കാറ് പോലെയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സുജൂദിലേക്ക് റുക്കൂയിലേക്ക് ഒക്കെ ചെറുതായിട്ട് തല കൊണ്ട് ഇഷാറത്ത് ചെയ്താൽ മാത്രം മതി. അവിടെ സമയ അല്ലാഹു ലിമൻ ഹമിദയിൽ അല്ലെങ്കിൽ തന്നെ കയ്യൊന്നിക്കൽ സുന്നത്തല്ലേ ഉള്ളൂ. സാധാരണ അത് ഫർദിനെ പറ്റി അപ്പൊ പറയുന്നത്, ഫർദിനെ പറ്റി തന്നെ പറയുന്നത്. റുക്കൂയും സുജൂദും ഒക്കെ ഇപ്പൊ നല്ല 1-ാം നമ്പർ റുക്നുകളല്ലേ, അത് തന്നെ ഇഷാറത്ത് ചെയ്താൽ മതി. ഡ്രൈവറാണ്, ഇയാൾ കയ്യൊന്നിച്ചാണ് സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ടേണിങ്ങിലാണെങ്കിൽ ഷെയറിങ് വിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി പോയിട്ട് മറ്റോന്റെ മതിലുമ കയറൂലേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായില്ലേ? സ്വല്ലാ കൈഫ മാംകന ഇഷാറത്ത് റുക്കൂയും സുജൂദും തന്നെ ഇഷാറത്ത് മതിയെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് പറയേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഒരു നജിസിനെ കുറിച്ചിട്ടാണ്. ഒരു സ്ത്രീക്ക് ഹൈള് കണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോ രക്തസ്രാവം നിലച്ചു. അങ്ങനെ കുളിച്ച് ശുദ്ധിയായി നിസ്കാരം ആരംഭിച്ചു. ഒരു 6 മണിക്കൂറിന് ശേഷം വീണ്ടും രക്തസ്രാവം കാണാൻ തുടങ്ങി. ഇങ്ങനെ ഇടയ്ക്ക് നിലച്ചും വന്നും കണ്ടാൽ അതിനിടയ്ക്ക് നിസ്കരിച്ചത് പരിഗണിക്കുമോ? ഇങ്ങനെയുള്ള ശുദ്ധി ടൈമിന് പരിധിയുണ്ടോ? അതോ പൂർണ്ണമായ ദിവസം കാത്തിരിക്കണോ? 4 ദിവസം കണ്ടു, പിന്നെ 1 ദിവസം കണ്ടില്ല, വീണ്ടും കണ്ടു, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യണം എന്ന ചോദ്യം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹൈളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2-3 ദിവസം ഹൈള് കണ്ടു, പിന്നീട് ശുദ്ധി കണ്ടു. ശുദ്ധി എന്ന് പറഞ്ഞാൽ പറഞ്ഞേക്ക് രക്തം കാണാതിരിക്കുമ്പം പഞ്ഞി പോലത്തത് ഇതിന്റെ അകത്ത് പ്രവേശിപ്പിച്ച് കുറെ സമയം വെച്ച് പുറത്തെടുത്ത് നോക്കണം. എന്നിട്ട് രക്തത്തിന്റെ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ കുളിച്ച് നിസ്കരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അങ്ങനെ കഴിഞ്ഞ് ഏതായാലും 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും രക്തം കണ്ടാൽ നിസ്കാരാദി കാര്യങ്ങളൊക്കെ നിർത്തിവെക്കണം. അങ്ങനെ ശുദ്ധി പൂർണ്ണമായി ശുദ്ധിയുടെ അടയാളം കാണുമ്പോൾ കുളിച്ച് നിസ്കരിക്കാൻ തുടങ്ങാം. ഈ നിലക്ക് 15 ദിവസത്തിന്റെ ഉള്ളിൽ നിന്നാൽ ആ ദിവസം ഒക്കെയും ഹൈളായിരുന്നു എന്ന് വരും.
ഇനി സ്ഥിരമായി ഇത് പതിവായി വന്നു ഒരു സ്ത്രീക്ക്, ആദ്യം 2-3 ദിവസം തുടർച്ചയുണ്ടാവും, പിന്നെ എങ്ങനെ മുറിയുകയും തിരിച്ചു വരികയും മുറിയുകയും തിരിച്ചു വരികയും ചെയ്യും, അങ്ങനെ 8-10 ദിവസം ഉണ്ടാവും, എന്നിട്ട് നിൽക്കുക. അതങ്ങനെ ആദത്ത് കൊണ്ടിട്ട് അറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിച്ചാൽ മതി. അല്ലാതെ ശുദ്ധിയുടെ പൂർണ്ണശുദ്ധിയുടെ അടയാളം എപ്പോൾ കണ്ടോ ആ കണ്ട സമയത്ത് കുളിച്ച് ശുദ്ധിയായി നിസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ വേണ്ട. എന്നിട്ട് പിന്നെ രക്തം കാണുകയാണെങ്കിലോ അതൊക്കെ നിർത്തിവെക്കും വേണം. 15 ദിവസത്തിന്റെ ഉള്ളിൽ ഏത് സമയത്തും രക്തം നിൽക്കാലോ. 15 ദിവസത്തിന്റെ അപ്പുറം പോകുമ്പോൾ പിന്നെ ഇസ്തിഹാലത്താണെന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. അതില്ലാത്തടത്തോളം ഈ ശുദ്ധി കാണുമ്പം രക്തം ഇങ്ങനെ നിന്ന് കണ്ടാ പോരാ. കാരണം ബാഹ്യമായി കാണുന്നില്ലെങ്കിൽ പോലും ശുദ്ധി എന്ന് വരണമെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള പഞ്ഞിയോ ഇതിനകത്ത് വെച്ച് കുറെ സമയം നിൽക്കുക. എന്നിട്ട് പുറത്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു രക്തത്തിന്റെ ഈ നിറത്തിന്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ ശുദ്ധിയായിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനത്തെ സമയത്ത് കുളിച്ച് നിസ്കരിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് രക്തത്തിന്റെ ഒരു അടയാളം കാണുന്നില്ലെങ്കിൽ കുളിച്ച് നിസ്കരിക്കുക. പിന്നെ 5-6 മണിക്കൂർ അല്ലെങ്കിൽ 8-10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ പിന്നെ രക്തം കണ്ടാലോ ഇതൊന്നും ശരിയല്ല, ഇനിന്ന് വരും. അങ്ങനെയാണ് അതിന്റെ നിയമം. അസ്സലാമലൈക്കും. ഉസ്താദ്, കിബിലന്റെ അയിന് മുന്നിടണല്ലോ. ഒരു വീട്, ആ വീട് നിർമ്മിച്ച് വീട് പാർക്കുന്ന സമയത്ത് ഏകദേശം നല്ല അത്യാവശ്യം അറിയാവുന്ന ഒരാളെ നിർമ്മിച്ച് കിബില നിർണയിച്ചു. അങ്ങനെ ഒരുപാട് കാലം നിസ്കരിച്ചു. വീടൊരു ഉദാഹരണമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു കിബില അറിയാൻ പറ്റുന്ന ഒരാൾ വന്ന് ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിബില നന്നായി പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കിയ വ്യക്തി പണ്ഡിതനെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതാണ് ശരി. എന്നാൽ ഈ ആദ്യം മുന്നിട്ട് നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ മടക്കി നിസ്കരിക്കണോ അല്ല നിസ്കരിക്കണ്ടയോ എന്നാണ് എൻ്റെ ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആദ്യം കിബില സംബന്ധമായ അറിവുള്ള ഒരാള് നോക്കി കിബില നിർണയിച്ചു തന്നാൽ അതുകൊണ്ട് വന്ന് കിട്ടും. ആ വന്നനുസരിച്ച് കുറെ നിസ്കരിച്ചു. പിന്നീട് കുറെ കൂടി സൂക്ഷ്മമായി വിവരമുള്ള ഒരു ആലിമിനെ കണ്ടപ്പോ അദ്ദേഹത്തിനോട് ഒന്നുകൂടി നോക്കി നിർണയിപ്പിച്ചു. അങ്ങനെ വ്യത്യാസം കണ്ടാൽ ഇനി മുതൽ രണ്ടാമത് നിർണയിച്ച സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ പാടുള്ളൂ. പക്ഷേ ആദ്യം നിസ്കരിച്ചതൊന്നും ഖളാ വീട്ടേണ്ടതില്ല. കാരണം ആദ്യത്തേത് ഒരു ഇജ്തിഹാദാണ്, രണ്ടാമത്തേത് വേറൊരു ഇജ്തിഹാദാണ്. ഈ രണ്ട് ഇജ്തിഹാദുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടാൽ പുതിയ ഇജ്തിഹാദ് അനുസരിച്ച് ഇപ്പോൾ അമൽ ചെയ്യണം. പക്ഷെ നേരത്തെ ഇജ്തിഹാദ് അനുസരിച്ച് അമൽ ചെയ്തത് അതുകൊണ്ട് ബാത്തിലാവുകയില്ല. മനസ്സിലായില്ലേ? അതേ സമയത്ത് നേരത്തെ ഇജ്തിഹാദ് ചെയ്ത് ബോധ്യപ്പെട്ടതാണ് അങ്ങ് പിന്നീട് കണ്ടു കഴിയണം എന്നാ അവിടെ മടക്കണം. കാരണം എന്താ, ആദ്യത്തത് ഇജ്തിഹാദ് കൊണ്ട് കിട്ടിയ വന്നാണ്, ഇപ്പൊ കണ്ണുകൊണ്ട് കണ്ടു കിട്ടിയ യഖീനാണ്. യഖീൻ കൊണ്ട് നേരത്തെ വന്നിൻ ഖത്ആയിരുന്നു പിഴവായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ നടക്കണം. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല. ആദ്യം ഒരു വിവരമുള്ള ആൾ തന്നെ അദ്ദേഹത്തിന്റെ വിവരം വെച്ച് ഇജ്തിഹാദ് ചെയ്തു, ഖിബ്ല നിർണയിച്ചു തന്നു. ഇപ്പോൾ കുറെ കൂടി സൂക്ഷ്മമായി വിവരമുള്ള ഒരു നല്ല യോഗ്യനായ പണ്ഡിതൻ ഒന്നുകൂടി ഇജ്തിഹാദ് ചെയ്തപ്പോൾ ചെറിയ വ്യത്യാസം കണ്ടു. ആ വ്യത്യാസം അനുസരിച്ച് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നിസ്കരിക്കുക. ആദ്യത്തെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, ആദ്യത്തെ ബാത്തിലാവില്ല. ആദ്യത്തതും സഹിഹാണ്, രണ്ടാമത്തതും സഹിഹാണ്. ഒരു ഇജ്തിഹാദ് മറ്റൊരു ഇജ്തിഹാദിനെ പൊളിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു വന്ന് മറ്റൊരു വന്നിനെ ബാത്തിലാക്കുന്നതല്ല എന്ന നിയമപ്രകാരം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പ്രസവിച്ച് 60 ദിവസം കഴിഞ്ഞ് വരുന്ന രക്തം അത് ഹൈലോ ഇസ്തിഹാദത്തോ എന്നതാണ് ഉസ്താദ് ചോദ്യം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു സ്ത്രീക്ക് പരമാവധി 60 ദിവസം വരെ ഹൈള് ഉണ്ടാവും. അല്ല, ഈ നിഫാസ് ഉണ്ടാവും, പ്രസവരക്തം. അങ്ങനെ 60 ദിവസമാവുന്ന സമയത്ത് ഒരു സെക്കൻഡ് സമയമെങ്കിലും രക്തം മുറിഞ്ഞ് ശുദ്ധി വന്ന് വീണ്ടും രക്തം കണ്ടാൽ നേരത്തെ കണ്ടിരുന്ന 60 ദിവസവും നിഫാസ് ആണെന്ന് വരും. പിന്നീട് ഇപ്പൊ ഒരു സെക്കൻഡ് നിന്ന് രണ്ടാമത് വന്നത് ഹൈളാണെന്നും വരും. അതേ സമയത്ത് ഒരു സെക്കൻഡ് പോലും ഇടമുറിയാതെ 60 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തുടർന്ന് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇസ്തിഹാലത്താണ്. അതായത് അതുമല്ല നിഫാസുമല്ല, ഇസ്തിഹാലത്താണ്. ഇസ്തിഹാലത്താണെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അപ്പോ ആദ്യം മുതൽ പരിശോധിക്കേണ്ടി വരും. തുടക്കം മുതൽ രക്തത്തിന്റെ സ്വഭാവ വ്യത്യാസം കണ്ടിരുന്നോ? ഉണ്ടെങ്കിൽ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതുമായിട്ട് വേർതിരിയുന്നുണ്ടോ? ശക്തി കുറഞ്ഞ രക്തം എത്ര ദിവസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശക്തി കൂടിയത് എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിച്ചിട്ട് വലിയ പ്രശ്നം വരും. അതേ സമയത്ത് 60 ദിവസം നിഫാസ് രക്തം കണ്ടു, ഒരു സെക്കൻഡ് സമയമെങ്കിലും രക്തം നിന്നതിന് ശേഷം വീണ്ടും രക്തം കാണുന്നു, എന്നാൽ ഈ സെക്കൻഡ് നിൽക്കുന്നത് വരെ ഉണ്ടായിരുന്ന 60 ദിവസത്തത് നിഫാസാണ്. ഒരു സെക്കൻഡ് എങ്കിലും ഇടവേള കിട്ടിയിട്ട് പിന്നീട് രണ്ടാമത് കാണുന്നത് ഹൈളാണെന്നും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽവിരാജിക്ക് കൈവക്കി മൈക്കെടുക്കുന്നില്ലല്ലോ. ഉസ്താദ്, ഒരു സംശയം ചോദിക്കാണ്ട് ഒരാൾ ഇവിടെ പീം അടിച്ചിരുന്നു. നനവുള്ള തടി ഇല്ലാത്ത നജസ്, ഉദാഹരണം മൂത്രം ഡ്രസ്സിൽ ആയത്, അത് ഉണങ്ങുന്നതിന് മുമ്പ് വാഷിംഗ് മെഷീനിൽ ഇട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കഴുകിയാൽ ശുദ്ധിയാകുമോ? അതല്ല മൂത്രം ഉണങ്ങണം എന്ന് ഷർത്തുണ്ടോ എന്ന് ചോദിക്കുമോ ചോദിച്ചു സുഹൃത്ത് പീം അടിച്ചിരുന്നു. എന്ന് വിശദീകരിച്ചു കൊടുത്തോളം പറയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂത്രം പോലെയുള്ള നീരായ നജസ് വസ്ത്രത്തിലായാൽ ആ വസ്ത്രം ബക്കറ്റിലോ അല്ലെങ്കിൽ അലക്ക് മെഷീനിലോ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഉണങ്ങണോന്നാ ചോദിക്കും. ഉണങ്ങണം എന്നില്ല, പക്ഷേ നജസ് തടി ഉണ്ടാവാൻ പാടില്ല. തടി ഉണ്ടായാൽ ആ തടി ഉണ്ടാണെങ്കിൽ അത് നീങ്ങണ നിലക്കുണ്ടായ വെള്ളം പറഞ്ഞാൽ മതി. അതായത് നനവ് ഉണ്ടാവുകൊണ്ട് കേടില്ല, പീഞ്ഞ ഉറ്റണ നിലക്കുള്ളതാണെങ്കിൽ ആ നജസ് പിന്നെ കലർപ്പില്ലാഞ്ഞാൽ തന്നെ 2 കൊല്ലത്തിൽ താഴെയുള്ളതിൽ നജസ് ആയാൽ പ്രശ്നമാവുമല്ലോ. അതേ സമയത്ത് തടിയില്ല എന്ന് പറഞ്ഞാൽ ഉണങ്ങണം എന്ന് നിർബന്ധമില്ല. ഉണങ്ങിയാലും വേണ്ടിയില്ല. ഇപ്പൊ ഉദാഹരണം, മൂത്രായ സ്ഥലം പിടിച്ചിട്ട് നമ്മൾ പീഞ്ഞാൽ എന്തു പോവും? അതിന്റെ തടി പോവും. എന്നാലും ഇപ്പൊ അതിന്റെ നനവുണ്ടാവുമല്ലോ. അതിന് അസർ എന്നാ പറയാം. അസറുള്ളടത്തേക്കും ഹുക്മിയ നജസാണെങ്കിലും വെള്ളം അങ്ങോട്ട് പാർന്നാൽ തന്നെ മതി. 2 കൊല്ലത്ത് താഴെയുള്ള വെള്ളം പാർന്നാൽ തന്നെ ശുദ്ധിയാവും. ഒറ്റക്കൊള്ളുവോ? മുകളിൽ ആലൂരുണ്ട്, പക്ഷെ ആലൂര് ഉണ്ടെങ്കിൽ എടുക്കാതെ കൂലല്ലോ. ഒരു പക്ഷേ മൈക്ക് കിട്ടാഞ്ഞിട്ട്, അല്ലെങ്കിൽ ആലൂര് സ്ഥലത്തില്ലാഞ്ഞിട്ട്. അപ്പൊ അവിടെ UAE നിസ്കാരത്തിന്റെ ടൈം ആണ്. പാങ്ക് കൊടുത്തിട്ട് കുറച്ചു നേരമായി കാണണം. അപ്പൊ ചിലപ്പമാണെങ്കിൽ നിസ്കാരത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അല്ലാത്തോല് ബാക്കിയുള്ളവർക്ക് മൈക്ക് എടുക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇപ്പം പറഞ്ഞ ഈ മൂത്ര ആയത് അസറുള്ളത് അത് ബക്കറ്റിലേക്ക് ഒരു വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടാല് മതി, ശുദ്ധിയാവോ? അല്ലെങ്കിൽ വെള്ളം അതിന്റെ മുകളിൽ ഒഴിക്കണോ? എന്റെ ഭാര്യയുടെ ചോദ്യമാണ്. ഭാര്യ ഇങ്ങനെ അത് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒഴിക്കണോ, അല്ലെങ്കിൽ ബക്കറ്റിലും വെള്ളമുള്ള ബക്കറ്റിലേക്ക് അതങ്ങോട്ട് ഇട്ടാല് ശുദ്ധിയാവോ? 2 കൊല്ലത്ത് കുറവുള്ള വെള്ളത്തിലേക്ക് ബക്കറ്റിലേക്ക് ഒഴിച്ചാൽ മതിയോ? ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ഭാര്യ ഗർഭിണിയാണ്, പ്രസവത്തിന് അടുത്തിട്ടുണ്ട്, പിന്നെ 10ാമത്തതാണ്. മക്കളെല്ലാം സാലിഹ്യങ്ങളും മുസ്ലിം ആലിമ്യങ്ങളും വേണ്ടി ദുആ ചെയ്യണം. മൂത്ത മകൻ മർക്കസിൽ പഠിക്കുകയാണ്.
വസിയത്തോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആഫിയത്തുള്ള നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകട്ടെ അല്ലാഹു തആല. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. കുട്ടികളൊക്കെ നമ്മളെല്ലാവരുടെ മക്കളെയും സ്വാലിഹീങ്ങളും ഉഖറവിയായ ആലിമീങ്ങളുമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടുന്ന നല്ല മക്കളാക്കി അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് ആഖിർ സമാന്റെ ഫിത്ന ഫസാദിലും വിദേഹത്തിലും പെട്ട് നശിക്കുന്ന കൂട്ടത്തിൽ അവരെയും നമ്മളെയും പെടാതെ അല്ലാഹു തആല കാക്കട്ടെ. ഭാര്യക്ക് അല്ലാഹു തആല സുഖപ്രസവം നൽകട്ടെ. അല്ലാഹു തആല സ്വാലിഹായ കുഞ്ഞിന് ജന്മം നൽകാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞ മസലയാണ്, എന്നാലും ഒന്നുകൂടി പറയാ. ബക്കറ്റിലോ അലക്ക് മെഷീനിലോ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് നജസായ വസ്തു ഇടാൻ പാടില്ല. ഇട്ടാൽ ശുദ്ധിയാവൂല എന്ന് മാത്രല്ല, വസ്ത്രം ആകെ നജസാവും, വെള്ളവും നജസാവും, ഈ ബക്കറ്റും നജസാവും, ഒക്കെ നജസാവും. അപ്പൊ പിന്നെന്താക്കണം? ആദ്യം ബക്കറ്റിൽ ഈ വസ്ത്രം ഇടുക, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക. തടിയില്ലാത്ത നജസാണെങ്കിൽ മൂത്രം മതി പോലത്തെ നജസായി ഉണങ്ങിയതാണ്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞേക്ക് പീഞ്ഞിട്ട് തടി കളഞ്ഞിട്ട് അതിന്റെ അടയാളം മാത്രം ബാക്കിയുള്ളൂ. അത് 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല. ഇട്ട നജസാവും. മറിച്ച് വെള്ളം അതിമേലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാണ്. പുറത്ത് പിടിച്ച് വാർന്നോളമൊന്നുമില്ല. ഉദാഹരണം, അലക്ക് മെഷീനിൽ ആദ്യം ഈ വസ്ത്രം ഇട്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു, അതിലേക്ക് ബക്കറ്റിൽ ഈ വസ്ത്രം ഇട്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു, എന്നാൽ തന്നെ ശുദ്ധിയാവും, തടിയില്ലാത്ത നജസായതുകൊണ്ട്. അതേ സമയത്ത് 2 കൊല്ലത്തിൽ താഴെയുള്ള ബക്കറ്റിലോ അലക്ക് മെഷീനിലോ ഉള്ള വെള്ളത്തിലേക്ക് ഈ നജസായ സാധനം അങ്ങോട്ട് കൊണ്ടുപോയിട്ടാൽ ആകെ നജസാകാ ചെയ്യാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ആരും എടുക്കുന്നതാണ് നമ്മുടെ എടുത്തത്, കേൾക്കുന്നുണ്ടാവുന്ന കരുതുന്നു. സോ ഈ സുജൂദ് പോയാൽ കാലിന്റെ വിരല് ഇങ്ങനെ കുത്തി വെക്കണം എന്ന് നമ്മൾ സാധാരണ ചുമക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ചില ഈ അറബികളിലൊക്കെ അങ്ങനെ ചെയ്യാൻ പലരും കാല് പൊക്കി വെച്ചിട്ടുണ്ടാകുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാരം ശരിയാകുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മദ്ഹബിൽ അങ്ങനെ അനുവദനീയമായ മദ്ഹബ് ഉണ്ടോ? ഒന്ന് അറിയിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോ ഷാഫി മദ്ഹബുകാരാണല്ലോ. ഷാഫി മദ്ഹബില് 7 അവയവങ്ങൾ നിലത്ത് വെക്കൽ സുജൂദിൽ നിർബന്ധമാണ്. നെറ്റിത്തടം മറയില്ലാതെ വെക്കണം. 2 ഉള്ളം കൈയിന്റെ പള്ളയിൽ നിന്നും 2 കാൽമുട്ടുകൾ, 2 കാലിന്റെ വിരലുകളുടെ വിരല് കുത്തിവെച്ചാ പോരാ, വിരലുകളുടെ പള്ള എന്നിവയിൽ നിന്നിട്ട് അല്പം വെക്കൽ നിർബന്ധമാണ്. അതിൽ ഉള്ളം കൈ തീരെ വെക്കാതെയോ അതല്ലെങ്കിൽ കാലിന്റെ വിരലുകളുടെ പള്ളയിൽ നിന്നിട്ട് അല്പമെങ്കിലും വെക്കാതെയോ സുജൂദ് ചെയ്താൽ സുജൂദ് സഹിയാവുകയില്ല. സഹിയാകാഞ്ഞാൽ നിസ്കാരവും സഹിയാവൂല. അതാണ് ഇപ്പൊ ഷാഫി മദ്ഹബ്. നിങ്ങളിപ്പോ ഷാഫി മദ്ഹബുകാരനാണല്ലോ. ഓക്കെ. മലബാർ എടുക്കുന്നില്ല, അതുകൊണ്ടെടുത്താണ്. വുളൂയിൽ ഓരോ അംഗം കഴുകുമ്പോഴും ആവർത്തിച്ച് പറയുന്നതിൽ എന്തെങ്കിലും പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അദ്കാറിലും മറ്റ് കിതാബുകളിലും പറഞ്ഞത്, ഓരോ അവയവങ്ങളും കഴുകുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറയൽ നല്ലതാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാഠ്യസ്ഥാനത്തിൽ ചെല്ലുന്നത് നല്ലതാണ്.
എന്നാൽ അങ്ങനെ സഹീഹായ ഹദീസ് കൊണ്ടൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്, സഹീഹാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് സുന്നത്താണ് എന്ന് തീർത്തു പറയാൻ വയ്യെങ്കിലും മഹാന്മാരായ മുൻഗാമികളായ ചില ഇമാമിയങ്ങൾ എല്ലാ അവയവങ്ങളും കഴുകുന്ന സമയത്ത് അങ്ങനെ 2 ഷഹാദത്ത് ചെല്ലൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമ്മൾക്കത് ചെയ്യാം, നല്ല കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ? ഇൻഷാ അല്ലാഹ് ചോദിക്കുന്ന സുഹൃത്തുക്കൾ ശബ്ദം കൂടി ചോദിക്കാൻ വളരെ ഒന്ന് പ്രത്യേകം ശ്രമിക്കാമെന്ന് അറിയിക്കുന്നു. ഇവിടെ 2-3 ചോദ്യം കണ്ടു. ഇത് കഅബ തവാഫ് ചെയ്യുമ്പോൾ മുന്നിൽ നോക്കണോ അതോ കഅബ നോക്കണോ? മാത്രമല്ല അപ്പൊ മുസ്ലിമിന്റെ കയ്യിൽ സംസം വെള്ളം കൊടുത്തേക്കാൻ പറ്റുമോ? 2 ചോദ്യം ഉണ്ടായിരുന്നു. ഉസ്താദ് ശരിയാക്കിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. കഅബ ഷരീഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് മുമ്പോട്ട് നോക്കി നടക്കലാണ് നല്ലത്. എന്നാൽ നെഞ്ഞ് ഖിബിലയിലേക്ക് വരാത്ത നിലക്ക് ഇടതുഭാഗം ഖിബിലയിലേക്ക് ആക്കിക്കൊണ്ട് മുഖം മാത്രം ഖിബിലയിലേക്ക് തിരിച്ച് നോക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. ഒരാള് ഇടതുഭാഗം ശരിക്കും ഖിബില കൊള്ളയാക്കിയിട്ടുണ്ട്. അങ്ങനെ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇടക്ക് കഅബ ഷരീഫിലേക്ക് നോക്കുന്നു, മുഖം കൊണ്ട് മാത്രം. അതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ശരിക്ക് മുന്നോട്ട് നോക്കി നടക്കുകയാണ് ഉത്തമമായ രീതി. പിന്നെന്തേ കാഫറിന്റെ കയ്യിൽ സംസം വെള്ളം കൊടുത്തു വിടാൻ പറ്റുമോ? അതിന് കുഴപ്പമൊന്നുമില്ല. അതായത് ഖുർആൻ കാഫറിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നാ. അങ്ങനെയുള്ളൊരവസ്ഥ ഇല്ല. എന്നാൽ അതിനെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടുത്തിറക്കാനും പാടില്ല. അതില്ലെങ്കിൽ കാഫറിന്റെ കയ്യിൽ കൊടുത്തയക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഖുർആൻ മുഴുവനായോ ഭാഗികമായോ എഴുതപ്പെട്ടതോ ആണെങ്കിൽ കാഫറിന്റെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. അല്ല, ആ ഹുക്കുമ പേര് സംസമിനില്ല. എന്നാൽ സംസം ബഹുമാനിക്കപ്പെടേണ്ട മുബാറക്കായതാണ്. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ആസാറുകളിൽപ്പെട്ട തിരുശേഷിപ്പാണ്. അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, ഇനി അതല്ലെങ്കിൽ അതിനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ ഹൈലിന്റെ ഒരു വിഷയം പറഞ്ഞു. 15 ദിവസമാണല്ലോ കൂടിയത്. 16-ാം ദിവസവും രക്തം കാണുകയാണെങ്കിൽ അത് ഇസ്തിഹാലത്താവുന്നു. അപ്പൊ ഇസ്തിഹാലത്ത് എന്നുള്ള വിധി വരുന്നത് 16-ാം ദിവസം മുതലാണോ, അതല്ല നേരത്തെ 15 ദിവസവും കണ്ടതും ഇസ്തിഹാദത്തിൽ പെടുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ നിസ്കാരത്തിന്റെ വിധിയൊക്കെ എന്താണ്? മടക്കി നിസ്കരിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വിശദീകരിച്ചാൽ അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 15 ദിവസം വരെ പരമാവധി ഹൈദ് ഉണ്ടാവൂ എന്നാണ് ഷാഫി മദ്ഹബ്. അതിന്റെ അപ്പുറം ഉണ്ടാവില്ല. ഹനഫി മദ്ഹബിലൊക്കെ 10 ദിവസം ഉണ്ടാവുള്ളൂ എന്നുള്ള അഭിപ്രായം ഉണ്ടായി. നമ്മൾ നോക്കണ്ട. 15 ദിവസം കഴിഞ്ഞിട്ടും ശുദ്ധി കാണുന്നില്ല, 16-ാമത്തെ ദിവസത്തിലും രക്തം കാണുന്നുണ്ടെങ്കിൽ 16-ാമത്തെ ദിവസം മുതൽ ഇസ്തിഹാദത്തല്ല. ഈ സ്ത്രീ ഇസ്തിഹാദത്ത് എന്ന രോഗം ബാധിച്ചവരാണ് എന്ന വിധിയാ വരിക. പക്ഷെ എവിടെ മുതൽ എന്നത് ഇനി തിരിച്ചിങ്ങോട്ട് തന്നെ നോക്കേണ്ടി വരും. അതായത് ഇവർക്ക് ഹൈദ് ഉണ്ടാകാൻ തുടങ്ങിയ അന്ന് മുതൽ ആദ്യഘട്ടത്തിൽ ഒരു 4-5 ദിവസം കറുപ്പ് നിറത്തിലുള്ള രക്തം കണ്ടിരുന്നു. അതിനുശേഷം പിന്നെ സാധാരണ ചുവന്ന രക്തമായി മാറി. അതങ്ങനെ തിരിച്ച് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ കണ്ട്.
ഇങ്ങനൊരു വേർതിരിവുണ്ടെങ്കിൽ ആദ്യം കറുത്ത രക്തം കണ്ട 5 ദിവസം അന്ന് ഹൈള്, ബാക്കി ഇങ്ങോട്ട് വന്നതൊക്കെ ഇസ്തിഹാദത്താണെന്ന് വരും. ഇനി അതല്ല, തുടക്കം മുതലേ രക്തം ചുമപ്പ് നിറം തന്നെയാണ് കാണുന്നതെങ്കിലും ആദ്യം ഒരു 3, 4 അല്ലെങ്കിൽ 5, 6 ദിവസം രക്തം കണ്ട് കുറച്ച് കട്ടിയുള്ളതോ ഒട്ടുന്ന തരത്തിലുള്ളതോ അല്ലെ ചെറിയ ദുർഗന്ധമുള്ളതോ ആയിരുന്നു. ഒരു 6, 7 ദിവസം കഴിഞ്ഞപ്പോ രക്തത്തിന്റെ സ്വഭാവം മാറി, നേർത്ത രക്തമായി മാറി, ദുർഗന്ധം പോയി. എന്നാൽ നേരത്തെ ഈ ഒട്ടുന്ന രക്തം അല്ലെങ്കിൽ ദുർഗന്ധമുള്ള രക്തം എത്ര ദിവസം കണ്ടോ അത് ഹൈദ്, അതിന്റെ ശേഷം നേർമയായ അല്ലെങ്കിൽ ദുർഗന്ധമില്ലാത്തത് കണ്ടതൊക്കെ ഇസ്തിഹാദത്ത്. ഇങ്ങനെയൊന്നും വേർതിരിവ് കാണില്ല. അല്ലെങ്കിൽ ഒരു ദിവസം കറുപ്പുള്ളതാണെങ്കിൽ പിറ്റേന്ന് ചുവപ്പ്, പിറ്റേന്ന് വീണ്ടും കറുപ്പ്, പിറ്റേന്ന് ചുവപ്പ്, പിറ്റേന്ന് മഞ്ഞ, പിറ്റേന്ന് തവിട്ട് നിറം, പിറ്റേന്ന് വീണ്ടും ചുവപ്പ്, പിറ്റേന്ന് വീണ്ടും കറുപ്പ്, ഇങ്ങനെ മാറി 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 വരികയാണെങ്കിൽ തമ്മീസില്ല. അപ്പൊ പിന്നെ നോക്കുക, ഇതിന്റെ മുമ്പ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എത്ര ദിവസമായിരുന്നു ആയതുണ്ടായിരുന്നത്? അത് ഏത് ദിവസമായിരുന്നു ഓർമ്മ ഉണ്ടോ? അതെ, മാസം 3 മുതൽക്ക് 10 വരെയുള്ള 7 ദിവസം സാധാരണ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ആ മാസം 3 മുതൽക്ക് 10 വരെയുള്ള 7 ദിവസം ഹൈദാണ് നോക്കും, ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാദത്താണ് നോക്കും. അപ്പോ ആദ്യം നോക്കുക, ഇവരുടെ രക്തത്തിൽ സ്വഭാവ വ്യത്യാസം കൊണ്ടോ വർണ്ണ വ്യത്യാസം കൊണ്ടോ ശക്തി കൂടിയതും ശക്തി കുറഞ്ഞതുമായി വേർതിരിയുകയും ശക്തി കൂടിയത് 24 മണിക്കൂറിൽ കുറയാത്തതും കൂടുതൽ 15 ദിവസത്തിന് ഉള്ളിലുള്ളതുമായി കണ്ട ശക്തിയുള്ള രക്തവും പിന്നീട് അതിന്റെ ശേഷം തുടർന്ന് കണ്ടത് ശക്തി കുറഞ്ഞ രക്തവുമാണ്. ശക്തി കൂടാതെ ചിലപ്പോൾ കറുപ്പ് നിറം ചുവപ്പ് നിറവും കൊള്ള നോക്കുമ്പോൾ ചുവപ്പ് ശക്തി കുറഞ്ഞതും കറുപ്പ് ശക്തി കൂടിയതുമാണ്. വാസന ഉള്ളതും വാസന ഇല്ലാത്തതും തമ്മിൽ നോക്കിയാൽ വാസന ഉള്ളത് ശക്തി കൂടിയതും വാസന ഇല്ലാത്തത് ശക്തി കുറഞ്ഞതുമാണ്. ഒട്ടുന്നതും ഒട്ടാത്തതും തമ്മിലാണെങ്കിൽ ഒട്ടുന്നത് ശക്തി കൂടിയതും ഒട്ടാത്തത് ശക്തി കുറഞ്ഞതുമാണ്. ഇനി ചുവപ്പും മഞ്ഞയുമാണെങ്കിൽ ചുവപ്പ് ശക്തി കൂടിയതും മഞ്ഞ ശക്തി കുറഞ്ഞതുമാണ്. അതുപോലെ തന്നെ ചുവപ്പും തവിട്ട് നിറവുമാണെങ്കിൽ ചുവപ്പ് ശക്തി കൂടിയതും തവിട്ട് നിറം ശക്തി കുറഞ്ഞതുമാണ്. ഇങ്ങനെ ശക്തി കൂടിയതും കുറഞ്ഞതുമായിട്ട് ഗുണവ്യത്യാസം കൊണ്ട് വേർതിരിയുകയും ശക്തി കൂടിയത് 24 മണിക്കൂറിൽ കുറയാതിരിക്കുകയും 15 ദിവസത്തിന്റെ മുമ്പ് ഉള്ളിൽ ഉൾപ്പെടുകയും ചെയ്താൽ അത് ഹൈദാണെന്ന് വരും, ബാക്കിയുള്ളത് ഇസ്തിഹാദത്താണെന്ന് വരും. അപ്പൊ തലക്കൽ മുതൽ നോക്കണം. അങ്ങനൊന്നും വേർതിരിയുന്നില്ല, അതിങ്ങനെ ഇടകലർന്ന് വരികയാണെങ്കിൽ അപ്പൊ പിന്നെ നോക്കുക മുമ്പത്തെ പതിവ് എങ്ങനെയാണ് എന്നാ. അപ്പൊ ആദ്യം സ്വഭാവമാണ് നോക്കുക, അതിൽ കിട്ടാതെ വരുമ്പോഴേ ആദത്തിലേക്ക് നോക്കുള്ളൂ. അപ്പൊ കഴിഞ്ഞ മാസവും അതിന്റെ 10 മാസമൊക്കെ എങ്ങനെയാണ് നോക്കുക. അപ്പൊ എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ എത്ര ദിവസം ഉണ്ടായിരുന്നു അത് തന്നെ ഇപ്പോഴും ഒക്കെ ബാക്കിയുള്ളവർക്ക് ഇസ്തിഹാദത്താണ് നോക്കുക. അപ്പൊ സ്ത്രീകൾ 2 കാര്യം ശ്രദ്ധിക്കണം എന്ന് ഇതിൽ നിന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ജോഗാണ് ഇസ്തിഹാദത്ത്, അത് എപ്പോഴാണ് വരിക എന്ന് അള്ളാഹ്ക്കല്ലാതെ പറയാൻ കഴിയില്ല. അള്ളാഹുത്തല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെയും മക്കളെയും സഹോദരിമാരെയും ഒക്കെ അള്ളാഹുത്തല കാക്കട്ടെ. എങ്കിലും അങ്ങനെ വന്നു പോയാൽ മസ്അലക്ക് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങളെ ഗർഭാശയത്തിലുള്ളതിനെ സംബന്ധിച്ച് അവരെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് മെൻസസ് തുടങ്ങിയാൽ ശരിക്കും അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. അതിങ്ങനെ ശാരീരിക പ്രക്രിയ അങ്ങനെ വന്നും പോയിക്കൊള്ളും എന്നല്ല കരുതണ്ട്. തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ നിറത്തിനെ പറ്റി, അതിന്റെ വാസനയെ പറ്റിയിട്ട്, അതിന്റെ കട്ടിയില്ലായ്മ കട്ടി കുറവിനെ പറ്റിയിട്ട്, മാറ്റങ്ങളെ പറ്റിയിട്ട്, തുടങ്ങുന്ന ദിവസം അവസാനിക്കുന്ന ദിവസം ഇതൊക്കെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെ രോഗം വന്നാൽ ആദ്യം ഇതിന്റെ സ്വഭാവ വ്യത്യാസത്തിലേക്ക് നോക്കിയിട്ട് ഗൗരവം കൂടിയത് നിബന്ധന അനുസരിച്ച് വന്നാൽ അത് ഹൈറാണെന്നും ബാക്കി ഇസ്തിഹാദത്താണെന്നും തീരുമാനിക്കാനാകും. അങ്ങനെ വേർതിരിയുന്നില്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ സമയങ്ങളിൽ എത്ര ദിവസം ഹൈറുണ്ടായിരുന്നു, ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ വേണമെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ അത്രയും ദിവസം ഹൈറാണെന്ന് വെച്ച് ഞാൻ അതൊന്നുമില്ല ഫാസ്റ്റ് തന്നെ തുടങ്ങുകയാണ്. സ്വഭാവ വ്യത്യാസം കൊണ്ടൊന്നും അറിയുന്നില്ല എന്നാൽ തുടങ്ങിയ 24 മണിക്കൂർ ഹൈറാണെന്ന് വെക്കുക, ബാക്കിയുള്ളതൊക്കെ ഇസ്തിഹാദത്താണ് നോക്കുക. ഇങ്ങനെയാണ്. അതൊരു നീണ്ട വിഷയമാണ്. ഇസ്തിഹാദത്തിന്റെ ബാബിൽ വിശദമായിട്ട് മുമ്പ് നമ്മൾ ഖുലാസ ഓതിയപ്പോ പറഞ്ഞിരുന്നു. കുറച്ച് ഹൈറിനെ പറ്റി പറഞ്ഞപ്പം ഫത്തുൽ ഓതിയപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലുമായിട്ട് അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആദ്യത്തെ തയ്യാത്ത് നമ്മള് റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പൊ അതില് സലാത്ത് ഇബ്രാഹിമോ അല്ലെങ്കിൽ റസൂലിന്റെ ആളിന്റെ പേരിൽ സലാത്ത് ചൊല്ലി പോയാല് അതിന് എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അതല്ലെങ്കിൽ
അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഈ അറബിയിൽ അനറബി ഭാഷയിൽ അറബി ഭാഷയിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുന്നത് കൊണ്ട് നിസ്കാരത്തിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് അറിയിച്ചു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അലൈക്കുമുസ്സലാം. ആദ്യത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. എന്നാൽ ഇബ്രാഹിമി സ്വലാത്തോ അതുപോലെയുള്ള മറ്റു സ്വലാത്തുകളിലോ ആലിന്റെ പേരിലോ മറ്റോ ഉള്ള സ്വലാത്തൊന്നും സുന്നത്തില്ലെന്ന് മാത്രമല്ല അത് കറാഹത്താണ് എന്നതാണ് മുഅ്തമദ്. മാത്രവുമല്ല ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഇമാമോ ഒക്കെ ആണെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടി വരുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് എന്നുകൂടി ഷാഫി മദ്ഹബിൽ അഭിപ്രായം ഉണ്ട്. ആ ഭാഗമൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തുടങ്ങുന്ന കൈഫിയത്തു സ്വലാത്തിന്റെ ഭാഗത്ത് അത്തഹിയാത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വിശദമായിട്ട് വരും. ഇപ്പൊ ചുരുക്കി അങ്ങനെ മനസ്സിലാക്കുക. അതായത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നത് പറയൽ മാത്രമേ സുന്നത്തുള്ളൂ. വഅല ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറയൽ സുന്നത്തില്ല എന്നല്ല, മനഃപൂർവ്വം അത് പറയൽ കറാഹത്താണ്, അത് സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന് വരെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്തേ പറഞ്ഞിന്? രണ്ടാമത് എന്തോ ഒന്നുകൂടി പറഞ്ഞില്ലല്ലോ, അതും മറന്നു. രണ്ടാമത്തെ എന്താ ഇനി? അവിടെ ആരെങ്കിലും മെല്ലെ ചെറുതായിട്ടൊന്ന് പബ്ലിക്കിൽ അടിച്ചാൽ മതി. എന്ത് ദുആ എന്ന് മാത്രം പറഞ്ഞ പോലെ ഞാൻ പറ്റ മറന്നു. ഭയങ്കര ഓർമ്മ എനിക്ക്. അതാണ് ഈ 2 ചോദ്യം ചോദിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ ചുരുക്കം അതാണ്. അറബി അല്ലാത്ത ഭാഷയിൽ ദ്വാരക്കാൻ പറ്റുമോന്ന് ഇല്ലേ? അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ദ്വാരക്ക, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ദ്വാരക്ക. തക്ബീറത്തുൽ ഇഹ്റാം മുതൽക്ക് സലാം വീട്ടുന്നതിന്റെ ഇടക്ക്, മനസ്സിലായില്ലേ? തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയോടെ മുതൽക്ക് സലാം വീട്ടുന്നതിന്റെ ഇടക്ക് ഉള്ള സമയത്ത് സുജൂദിലായാലും അത്തഹിയാത്തിന്റെ ഇരുത്തത്തിലായാലും അല്ലാത്തപ്പോഴായാലും അറബി അല്ലാത്ത ഭാഷയിൽ ദുആ ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. അത് പാടില്ല, ഹറാമാണ്. മനസ്സിൽ മാത്രം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് കെലിമത്തുകൾ അക്ഷരങ്ങൾ വെളിവാകുന്ന നിലക്ക് അറബി അല്ലാത്ത ഭാഷയിൽ ദുആ ആണെങ്കിൽ പോലും അത് നിസ്കാരം ബാത്തിലാവുന്നതാണ്. അറബിയിലാണെങ്കിൽ ദുന്യവിയോ ഉഖ്റവിയോ ആയ ഏത് ഹലാലായ കാര്യങ്ങളും ദുആ ചെയ്യാം. അങ്ങനെ നിസ്കാരം എന്ന് പറഞ്ഞൊരു ഔദ്യോഗിക ആരാധനാ ചടങ്ങാ. അതിന് ഭാഷ ഷർത്തുണ്ട്, അറബിയിലായിരിക്കണം. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിയുന്ന ഏത് ഭാഷയിലും ദ്വാരക്കാം, നിസ്കാരത്തിന്റെ ഉള്ളിൽ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തങ്ങൾ പാപ്പ ഡെസ്ക്ടോപ്പിൽ ഇല്ലാന്ന് തോന്നുന്നു, പ്രതികരിക്കുന്നില്ല. പിന്നെ നമ്മളെ റുവേസ് നമ്മളെ അഡ്മിനാണ്. പിന്നെ മൂപ്പറ് അദ്ദേഹത്തിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവ് ICUലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകം അബൂഷാക്കർ ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിന്റെ കുട്ടികൾക്കും സുഖമില്ല, പിന്നെ മഞ്ഞക്കാമല അതുപോലെ തന്നെ അണുക്കള പ്രശ്നമായിട്ട് പനി മാറുന്നുണ്ട്. ഉസ്താദ് ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരാളുടെ ചോദ്യം ഉണ്ടായിരുന്നു, താറാവിനെ അറക്കുമ്പോൾ പ്രത്യേക വല്ല നിബന്ധനയുണ്ടോ എന്ന് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ടും ആ മഹാന്മാരുടെ കറാമത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ ആ സഹോദരിക്കും അതുപോലെ തന്നെ ആ കുട്ടികൾക്കും ഒക്കെ അല്ലാഹു തആല ആഫിയത്തും ശിഫയും നൽകുമാറാകട്ടെ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിച്ച് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ മസലന്റെ അതൊക്കെ മറക്കല്ലേ, ഒന്നുക്ക് പോയാ ഒന്ന് മറക്കുക. ആ ജാതി ഓർമ്മയാണ് നോട്ടിക്കോ. കല്ലേരി എന്റെയൊക്കെ ഒന്നും ചെറുപ്പക്കാരനല്ല, ഞാനൊരു ബയസനല്ലേ. ഒന്നുക്ക് കൽബ് കൊടുത്താൽ മറ്റേ മറക്കുക. താറാവിനെ അറക്കുമ്പോ പ്രത്യേകിച്ചൊരു മസല ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായോ? ഹൽക്കും മരിയും വദിജൈനിയും മറക്കണം. അതിന് ഹൽക്കും മരിയും മറല് നിർബന്ധമാണ്, വദിജൈനി മുറിയൽ സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അന്നനാളവും
ശ്വാസനാളവും ഈ അറുക്കപ്പെടുന്ന ജീവിയുടെ ശ്വാസനാളവും അന്നനാളവും മരണം, അത് ഉജൂബാണ്. പിന്നെ 2 സൈഡിൽ കർണഞരമ്പ് എന്ന് പറഞ്ഞിട്ട് 2 ഞരമ്പ് ഉണ്ട് അത്രേ, അതാണ് ഇപ്പൊ ഈ വധിജൈനി എന്ന് പറയുന്നത്. അതും കൂടി മുറിയൽ സുന്നത്തുമാണ്. അല്ലാതെ താറാവിനെ അറക്കുമ്പോ നാട്ടുകാരിങ്ങനെ പറയുന്നത് ഞാനും കേട്ടിരുന്നു. ഏത് അതിന്റെ ഈ കാലിന്റെ പാടുണ്ടല്ലോ, വിരലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഇച്ചങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് അള്ളാഹുത്തല കൊടുത്തതാണത്. നീന്താൻ വേണ്ടിയിട്ടൊരു ചിറക് പോലത്തെ ഇതുണ്ടാവും കാലിന്റെ വിരലിന്റെ ഇടയിൽ, അതും കൂടി അറക്കൽ ഉജൂബുണ്ട്. അത് എവിടെ കാണും? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? തിന്നലാലായ ജീവികളെ നമുക്ക് പിടിക്കാൻ കിട്ടുന്ന നിലക്കുള്ള ജീവികളാണെങ്കിൽ അതിന്റെ ശ്വാസനാളവും അന്നനാളവും മുറിയണം, അത് ഷർത്താണ്. അതോടുകൂടി വധിജൈനി എന്ന് പറയുന്ന ഈ കർണചരമ്പും കൂടി അറിയൽ സുന്നത്തുണ്ട്. അല്ലാതെ കാലുമലോ കയ്യുമലോ അവിടെ എവിടെയൊക്കെ ഓട്ടയാക്കണം, കീറണം എന്നൊന്നും അങ്ങനെയൊന്നും അറിവിന്റെ മസാല പറയുന്നിടത്ത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ബസ്സിൽ പോകുന്ന സമയത്തില് ചിലപ്പോൾ സുബഹി നിസ്കാരം കിട്ടാൻ സാധ്യത ഉണ്ടാവുന്നില്ല. ഞങ്ങൾ നാട്ടിൽ നിന്നിട്ട് ബാംഗ്ലൂർ പോകുന്ന സമയത്തില് ആ സമയത്തില് വുളു ഇല്ലാത്ത സമയം എന്ത് ചെയ്യണം, എങ്ങനെയാണ് നിസ്കരിക്കാനുള്ളതായ മാർഗമെന്ന് ഉസ്താദ് പറഞ്ഞു തന്നാല്. വുളു നഷ്ടപ്പെട്ട സമയത്തിൽ ബസ്സിൽ ഇറങ്ങാനുള്ളതായ ഒരു അവസരവും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ആ സമയത്തിൽ എങ്ങനെയാണ് വുളു ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു കാരണവശാലും ഫർള് നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. പിന്നെ യാത്രയിൽ സുബി അല്ലാത്ത മറ്റു നിസ്കാരങ്ങളൊക്കെ ജമ്മാക്കാം, മുന്തിച്ചോ പിന്തിച്ചോ ഒക്കെ. അതേ സമയത്ത് സുബി ജമ്മാക്കാനും പറ്റൂലല്ലോ. അങ്ങനെ സംഗതി വശാൽ വുളു ഇല്ല, തയമ്മം ചെയ്യാനുള്ള സൗകര്യവും ഇല്ല, നിസ്കാരം ഖളാ ആയി പോകും എന്ന് കണ്ടാൽ ഫർള് മാത്രം എടുത്തുകൊണ്ട് സൗകര്യപ്പെടുന്ന രീതിയിൽ ബസ്സിൽ വെച്ച് നിസ്കരിക്കുക. എന്നിട്ട് പിന്നെ യാത്ര കഴിഞ്ഞിട്ട് വുളു ചെയ്ത് മടക്കി നിസ്കരിക്കുക. അഥവാ വുളു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തയമം ചെയ്യാൻ പറ്റും എങ്കിൽ അപ്പോഴും വേണം എന്ത്, ഖിബിലക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കണം. ഓടുന്ന വണ്ടിയിൽ നിന്ന് ഫർള് നിസ്കരിക്കാൻ പറ്റൂലെന്നാ. പക്ഷേ വണ്ടി നിർത്താൻ സൗകര്യമില്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന അവസ്ഥയല്ല, നമ്മുടെ നാടല്ലേ, അങ്ങനെ പോകുന്ന ബസ്സാണ്. പക്ഷെ സുബഹി ഖളാ ആയി പോകും എന്ന് കണ്ടാൽ സൗകര്യപ്പെടുന്ന നിലക്ക് നിസ്കരിച്ച് റുക്കൂഉം സുജൂദും ഒക്കെ ഇശാറത്ത് ചെയ്ത് നിൽക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് ബസ്സിലാകുമ്പോൾ ഇരിക്കാനേ പറ്റുള്ളൂ, ഓടുന്ന ബസ്സിൽ നിൽക്കാൻ കഴിയൂല. ഇരുന്നു കൊണ്ട് റുക്കൂഉം സുജൂദും ഒക്കെ ഇശാറത്ത് ചെയ്തുകൊണ്ട് ഖളാ ആകാതെ നിസ്കരിക്കണം. പിന്നീട് യാത്ര കഴിഞ്ഞതിന് ശേഷം ശരിക്ക് വുളു ചെയ്ത് റുക്കൂഉം സുജൂദും ഒക്കെ പൂർത്തിയാക്കി ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കണം. ഖിബിലൊക്കെ ആയി പെട്ട് അതൊന്നും പിന്നെ ഓരോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൈഫമാ അംകനാനാ പറഞ്ഞ് സൗകര്യപ്പെടുന്നത് പോലെ നിസ്കരിക്കണോന്ന്. വഖത്ത് ഖളാ ആക്കാൻ പാടില്ല, അത് വലിയ പ്രശ്നമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്നുള്ള നിസ്കാരം ഫർളാക്കിയെന്നല്ല, വഖത്ത് നിർണയിച്ച് ഫർളാക്കിയിരിക്കുന്നു. അപ്പൊ നിസ്കാരം ഫർള് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം ആ വഖത്തിനും ഉണ്ട്. യുദ്ധത്തിൽ പോലും നിസ്കാരം ഖളാ ആക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വഖത്തിന്റെ ഹുർമത്തിന് വേണ്ടി സൗകര്യപ്പെടുന്നത് പോലെ നിസ്കരിക്കണം. വുളു ഉണ്ടെങ്കിൽ അങ്ങനെ, വുളു ഇല്ലെങ്കിൽ തയമ്മം ചെയ്തിട്ട്, അതിനും കഴിയൂലെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. ഖിബിലക്ക് മുന്നിടാൻ പറ്റുമെങ്കിൽ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കണം. നിന്ന് റുക്കൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. റുക്കൂഉം സുജൂദും ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇശാറത്ത് ചെയ്യണം, അങ്ങനെ നിസ്കരിക്കുക. എന്നിട്ടാൽ എന്തായി, അല്ലാഹു തആല സുബഹിന്റെ വഖത്തിൽ നിസ്കരിക്കാൻ കൽപ്പിച്ച ആ ഫർള് നമ്മൾ അനുസരിച്ചു എന്ന നിലക്ക് നമ്മുടെ കടമ വിടും. പക്ഷേ ഇത് അപൂർവ സാധ്യതയായതുകൊണ്ട് പിന്നീട് യാത്ര അവസാനിപ്പിച്ച് അല്ലെങ്കിൽ സൗകര്യപ്പെട്ട സമയത്ത് ബസ് നിർത്തി വുളു ചെയ്ത് ഖിബിലക്ക് മുന്നിട്ട് റുക്കൂഉം സുജൂദും ഒക്കെ പൂർത്തിയാക്കി രണ്ടാം നിസ്കരിക്കുക. ഇത് ഖളാ വീട്ടലല്ല, മടക്കി നിസ്കരിക്കുക എന്നാണ് ഇതിന് പറയാം. അപ്പൊ ആദ്യത്തെ കൊണ്ടിട്ട് തന്നെ നമുക്ക് കൂലി കിട്ടും, പക്ഷേ എങ്കിലും ബാധ്യത നിറവേറ്റാൻ വേണ്ടി ഒന്നുകൂടി മടക്കി നിസ്കരിച്ച് ഉറപ്പുവരുത്തുക. അപ്പോ പോകുന്നവർക്ക് പോണോട്ടൊക്കെ പോട്ടെ, നമ്മള് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി റുക്കൂഇന് പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ സ്ഥലം കൊണ്ട് ഇശാറത്ത് ചെയ്യുക. ഇത്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ ഇശാറത്ത് ചെയ്യുക. ഇങ്ങനെ നിസ്കരിച്ച് പൂർത്തിയാക്കി സലാം വിട്ടുക.
പിന്നെ യാത്ര കഴിഞ്ഞതിന് ശേഷം എന്നാ എന്താവും, ഖളാക്കിയ കുറ്റം കിട്ടൂല, തന്നെയല്ല വക്ത് നിസ്കരിച്ച കൂലിയും കിട്ടും. പിന്നെ ഇതൊരു ഷർത്തുകളൊക്കെ പൂർത്തിയാകാത്തൊരു നിസ്കാരമായതുകൊണ്ട് പിന്നീട് സൗകര്യം വരുന്ന സമയത്ത് പൂർണ്ണമാക്കി ശരിയായ രീതിയിൽ മടക്കി നിസ്കരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് 2-3 ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇൻഷാല്ലാഹ് ചോദിക്കുന്ന സമയത്തൊന്നും അറിയില്ല. അതായത് ഒന്ന് ഞാൻ ചോദിക്കാം. വിസിറ്റിംഗ് വിസക്ക് ഫാമിൽ വരുമ്പോൾ മഹറം ഇല്ലെങ്കിൽ തെറ്റാകുമോ? വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൈക്കില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചില സുഹൃത്തുക്കൾ മൈക്ക് ഉണ്ടായിട്ടും മൈക്കില്ല എന്ന് അഭിനയിക്കുന്ന ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല, ജാഗ്രത എളുപ്പവഴിക്ക് വേണ്ടി ചെയ്യുന്ന അറിയില്ല. അതായത് ഇൻഷാല്ലാഹ് കുറെ PM ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ ഈ വിഷയം ഇൻഷാല്ലാഹ് ഒന്ന് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊക്കെ നിങ്ങളാണ് പറഞ്ഞു കൊടുത്താ പോരെ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിയില്ലേ, പിന്നെ എന്നോട് ഇടങ്ങേറാക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി വിസിറ്റ് വിസക്കാണ്, ഇനി മാക്കി പറഞ്ഞ വിസിറ്റ് വിസ അല്ല ഫാമിലി വിസക്കാണെങ്കിലോ ഫറളായ യാത്ര മാത്രമേ മഹറമില്ലാതെ വിശ്വസ്തരായ ഒരു സംഘം സ്ത്രീകളുടെ കൂടെ പോകാൻ അനുവാദമുള്ളൂ. വിസിറ്റ് വിസക്ക് വരല് ഫറളാണെന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഫാമിലി വിസക്ക് വരലും ഫറളാണ് എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ ഒന്നിരിക്കൽ മഹറം വേണം, അല്ലെങ്കിൽ സൗജ് വേണം. ഭർത്താവോ തൊട്ടാവുതു മുറിയാത്ത മഹറമോ വേണം. അതില്ലാത്ത ദീർഘയാത്ര ചെയ്യൽ പെണ്ണിനെ സംബന്ധിച്ച് ഹറാമാണ്. ഉസ്താദിനെ നാം തന്നെ കേൾക്കണം, മറുപടി കൊടുത്താൽ മതിയാകുന്നില്ല. ഉസ്താദിന് പറയാനുള്ള ഇതാണ്, അതുകൊണ്ട് ചോദിക്കാൻ കാരണം. ഉസ്താദ് ചോദ്യം കൂടെ, മസ്ജിദുൽ ഹറാമിന്റെ പുറത്തുള്ള സ്ഥലത്ത് ഇതൊക്കെ മറുപടി കൊടുത്തിട്ട് നിസ്കാരത്തിന് 1 ലക്ഷത്തിന്റെ കൂലി കിട്ടുമോ? കിട്ടുവാനെല്ലാം അറിയാം. ആൾക്ക് ഉസ്താദിന്റെ നാവ് കൊണ്ട് തന്നെ കേൾക്കുന്നുണ്ടാണ് PM ചെയ്തത്. ഇൻഷാല്ലാഹ് ഇത് മറുപടി കൊടുക്കുക. അസ്സലാമു അലൈക്കും. തങ്ങൾ പാപ്പ ആയതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങളെ ഞാൻ ദേഷ്യം പിടിച്ചില്ല. കാരണം എന്താ, തങ്ങൾ പാപ്പ ആണെങ്കിൽ പേടിച്ചിട്ട്, കാരണം അത് അങ്ങോട്ട് എറിഞ്ഞാൽ ഇങ്ങോട്ടാ കൊള്ളുക. അതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ തങ്ങൾ പാപ്പാന്റെ വർക്കത്ത് കിട്ടിയിട്ട് ആ ഒരു വർക്കത്ത് ആയിക്കോട്ടെ, അല്ലാതെ നിന്റെ വായിലോട്ട് കേട്ടിട്ട് എന്ത് വർക്കത്ത് കിട്ടാ തങ്ങൾ പാപ്പ? ഹറം മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്തായാലും വേണ്ടിയില്ല, പുറത്തായാലും വേണ്ടിയില്ല, വിശാലമായ ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട എല്ലാ സ്ഥലത്തും 1 ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടും. മനസ്സിലായില്ലേ? അത് പള്ളിന്റെ ഉള്ളിലായാലും വേണ്ടിയില്ല, പള്ളിന്റെ പുറത്തായാലും വേണ്ടിയില്ല. ഹറം ഷുമൈസിയുടെ ചെക്ക് പോസ്റ്റിന്റെ അതിർത്തി കഴിഞ്ഞാൽ ഹറമിന്റെ അതിർത്തി തുടങ്ങും. അവിടെ നിന്നാണ് പോയിട്ട് ത്വായിഫിലേക്ക് പോകുന്ന ഷറായ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെ വരെ ഹറമുണ്ട്. അത് എത്രയോ കിലോമീറ്ററുകളുണ്ട്. അതുപോലെ തന്നെ മദീന പോകുന്ന വഴിക്ക് തന്നെയുമാണ്. ഇങ്ങനെ 4 അതിർത്തിയും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കിലോമീറ്ററുകൾ ചുറ്റളവ് വരുന്ന ഹറമിൽ എവിടെ നിസ്കരിച്ചാലും 1 ലക്ഷത്തിന്റെ പ്രതിഫലം കിട്ടും. അല്ലാതെ അത് പള്ളിന്റെ പ്രത്യേകതയല്ല. പള്ളിക്ക് പള്ളിൻ്റെതായ പ്രത്യേകത ഫളീലത്തുണ്ട്, അത് വേറെ. പക്ഷേ ഹറമിൽ നിസ്കരിച്ചാൽ 1 ലക്ഷം എന്നത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലും പുറത്തും ഹറം മൊത്തം കിട്ടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തായാലും മൈക്കിൽ വരാത്തോണ്ട് ഒന്നാണ് ഉസ്താദ്. ഈ മദീനത്തെ ഹറമിന് ഉസ്താദെ, അതെ പിന്നെ ഇതുണ്ട്, പള്ളിക്ക് മാത്രമല്ല മദീന ഹറമ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് ആ നിലയിലാണ് എന്നുള്ളത് ഉസ്താദ് ഒന്ന് വ്യക്തമാക്കി തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മദീനത്തെ ഹറമിന് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ 1000ന്റെ പുണ്യം ഏതിനില്ല? മസ്ജിദുൻ നബവിക്കല്ലാതെ ഈ ഹറമിന് ഒന്നായിട്ടില്ല. മനസ്സിലായില്ലേ? ആ കാരണം എന്താ വെച്ചാല് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മസ്ജിദി ഹാദാ എന്ന, എന്റെ ഈ പള്ളിയിൽ. അതിൽ തന്നെ ഷാഫി മദ്ഹബിന്റെ മുഅ്തമദ് അനുസരിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയത് അനുസരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നിലവിലുണ്ടായിരുന്ന പള്ളിയുടെ ബൗണ്ടറിക്കുള്ളിൽ മാത്രമേ ഈ 1000ന്റെ പുണ്യം കിട്ടൂ എന്നാണ്
ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മുഅ്തമദനുസരിച്ച് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. എന്നാൽ മാലിക്കി മദ്ഹബ് ഉൾപ്പെടെയുള്ള മറ്റു മദ്ഹബുകളൊക്കെയും ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മുഅ്തമദാക്കിയത് അല്ലാത്തതും ആയ ഖൗലനുസരിച്ച് മസ്ജിദ് നബവി എത്ര വലുതാക്കിയാലും അതിലൊക്കെ ഈ 1000ന്റെ പുണ്യം കിട്ടും. ഈ പറഞ്ഞ ഒരഭിപ്രായത്തിലും മസ്ജിദുൻ നബവിയുടെ പുറത്തുള്ള സ്ഥലത്തിന് ഈ നിയമം ബാധകമല്ല. പുണ്യമുണ്ട്, ബഹുമാനമുണ്ട്, ആദരിക്കേണ്ടതാണ്, ഒക്കെ ശരിയാണ് ഹറം. പക്ഷേ ഈ 1000ന്റെ പുണ്യം എന്നത് പള്ളിക്ക് മാത്രം ബാധകാവുള്ളൂ. മദീനത്ത്, മക്കത്ത് അങ്ങനെയല്ല. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എനിക്കൊരു സംശയം ഉസ്താദ്. ഒരു കുട്ടിക്ക് പേരിടുമ്പോഴേക്ക് മിജാദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞുതരാം ഉസ്താദ് ഒന്ന്. മിജാദ്, മൈക്ക് റിലീസ്. അല്ലാ, എനിക്ക് അറിയാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ ഈ പേര്. നല്ലൊരു കാര്യം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേര് ആ ഉദ്ദേശത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ 99 അസ്മാഉൽ ഹുസ്നയുടെ കൂട്ടത്തിൽ അബ്ദ് കൂട്ടിയിട്ടുള്ള ആ ഒരു പേര്, അതല്ലെങ്കിൽ മഹാന്മാരായ സ്വഹാബാക്കള്, അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ ഔലിയാക്കന്മാര്, ഇമാമിയങ്ങള്, ഇങ്ങനെയുള്ള ആളുകളുടെ ഏതെങ്കിലും ഒരു പേരിടുക. അവിടെ പിന്നെ നിങ്ങൾ അർത്ഥമൊന്നും നോക്കണ്ട. അതാണ് മോമിനീങ്ങളായ ഞമ്മക്ക് നല്ലത്. മറ്റുള്ളതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ചെറു ഉസ്താദ് വരുമ്പോ ചോദിച്ചു നോക്കേണ്ടി. ഇനി വേണമെങ്കിൽ കാക്കൂട്ട് ഉസ്താദിന്റെ ക്ലാസ്സിന്റെ സമയത്ത് വെച്ചാൽ മൂപ്പർക്കും അറിയും. എനിക്ക് ഈ പേരിന്റെ അർത്ഥമൊന്നും അറിയില്ല. നിങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ടാ ഞാൻ പറയാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? തരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ആളുടെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. അതൊക്കെ ആദർശ ചർച്ചന്റെ സമയത്ത് വന്ന് ചോദിച്ചാല് നല്ല വിശദമായ മറുപടി നമ്മളെ കോട്ടൂർ ഉസ്താദോ അതല്ലെങ്കിൽ അതുപോലെ കുറെ ഉസ്താദന്മാരുണ്ട്. നമ്മളെ കുമ്മോളി ഉസ്താദ്, വാടാനപ്പള്ളി ഉസ്താദ്, അവരൊക്കെ പറയേണ്ട മസലയാണത്. ഏതായാലും ഞാൻ പണ്ട് ശംസുൽ ഉലമ പറയുന്നത് കേട്ടാണ്, പിഴച്ച വഹദത്തുൽ വുജൂദ് വാദം ഉള്ള വിഭാഗമാണ് ഈ ശംസിയ ത്വരീഖത്തുകാർ. പയ്യോളി ഉസ്താദ് ഉണ്ട്. പക്ഷെ പയ്യോളി ഉസ്താദിനാണെങ്കിൽ കുറച്ച് നേരം പോകുന്ന അത്ര 10 മണി കഴിഞ്ഞിട്ടാ തുടങ്ങുക. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് 10 മണിയാകുമ്പോൾ ഇവിടെ സുബയ്യാൻ കൊടുക്കല. എന്നിട്ട് തുടങ്ങിയാല് അവസാനം ഹദ്ദാദ് എല്ലാം വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ബെല്ലടിക്കുമ്പോ പിന്നാണ് നിക്കല, നിർത്തലല്ല. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ ഉസ്താദന്മാരുണ്ട്, അവര് പറയണ്ട. ഏതായാലും ഞാൻ ചുരുക്കി പറയും, എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല അധികം. ഏതായാലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇവര് സമസ്ത ഇതിനെപ്പറ്റി വിശദമായി പഠിച്ച് പിഴച്ച തരീഖത്താണ് അവര് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ ഒരു മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് വഹദത്തുൽ വുജൂദിന്റെ പിഴച്ച വാദമുള്ള വിഭാഗമാണ് അവര് എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത ആരോപണങ്ങളിൽപ്പെട്ട ഒരാരോപണം. അത് വേറെയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതിൽ നിന്ന് തൗബ ചെയ്തു പോകുന്ന ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും നമ്മളൊക്കെ കേവലം ലില്ലാണെന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്ത് മുഴുവനും, ശങ്കരാചാര്യരുടെ വഹദത്തുൽ വുജൂദിന്റെ ആ പിഴച്ച വാദം ഇവരുടെ തരീഖത്തിലുണ്ട് എന്ന്, അതുപോലെ ഒരുപാട് പിഴവുകൾ ഉള്ളത് കൊണ്ട് അത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്ക് എതിരാണ് എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.
അത് സ്വീകരിക്കാതെ ഇപ്പോഴും അതിൽ തുടരുന്നവര് സ്വാഭാവികമായും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരായ വിശ്വാസമുള്ളവരാണ്. അത്തരം മുബത്തദിഅങ്ങളോട് തുടർന്ന് നിസ്കരിച്ചാൽ സഹീഹാണെങ്കിൽ പോലും ജമാഅത്തിന്റെ കൂലി കിട്ടില്ലെന്ന് മാത്രമല്ല, ഒറ്റക്ക് നിസ്കരിക്കലാണ് അതിനേക്കാളും അഫ്ളൽ എന്ന് ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ മഖ്ദൂമ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്ന കൂലിയും കൂടിയും ആ ജമാഅത്ത് കൂടിയാ കിട്ടൂല. സഹിയാണെന്ന് വന്നാൽ, മുബ്തദിയാണെന്ന് പറഞ്ഞാൽ സഹിയാണെന്ന് വന്നാൽ തന്നെയും ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ കൂലി ആ തുടർ നിസ്കാരത്തിന് കിട്ടുകയില്ല. അപ്പൊ ഉള്ള ചോറും ചക്കയിലൊട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ അയിമ കൊണ്ടുപോയി ഏച്ചുകൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. കൂടുതൽ വിശദമായി പഠിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് ആദർശ ചർച്ചയുടെ സമയത്ത് വന്ന് ചോദിച്ചാൽ ഉസ്താദന്മാര് വിശദമായി പറഞ്ഞു തരും. സമയം പങ്കുകൊടുക്കാൻ ഇനി കുറഞ്ഞ സമയം കൂടിയുള്ളൂ. കുറെ ആളുകൾ ചോദ്യക്കാരായിട്ടുണ്ട് എനിക്കറിയാം. അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തവരുണ്ട്, ദുആ ചെയ്യണം ചെറുതായിട്ടൊന്ന്. ഒന്ന്, പ്രിയപ്പെട്ട അബൂബാസിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിയപ്പെട്ട ഉമർ മാസ്റ്റർ എന്നെ യഥാർത്ഥത്തിൽ ഈ SGVയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയ ആളാണ്. ഇപ്പൊ നാട്ടിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ദുആ വസിയത്ത് ഉണ്ട്. ഉമ്മാവിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ കത്തിച്ചു പോകുന്ന ഉമ്മ വയസ്സായ ആളാണ്. നല്ല നമ്മളെ SGVന്റെ എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു ശ്രോതാവ് കൂടിയാണ്. അവരുടെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു സജീവ പ്രവർത്തകനായ ജമാൽ മുക്കം എന്ന് പറയുന്ന സഹോദരന്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുഖമില്ലാത്തതിന്റെ പേരിൽ ഷിഫാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ SYS കുൽമണ്ണ അവരുടെ പാപ്പ മാസങ്ങളായി വളരെ ഗുരുതരമായ രോഗം ബാധിച്ച് അവശനായി കിടക്കുകയാണ്. ഷുഗർ വല്ലാതെ കൂടി, ശരീരത്തിലൊക്കെ മുറിവായി, പഴുപ്പായി, സ്വന്തം കാര്യങ്ങൾക്ക് പോലും നിവൃത്തിയില്ലാതെ വളരെ വിഷമിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു തആല പൂർണ്ണമായ ശിഫ കൊടുത്ത് ആഫിയത്ത് നൽകുമാറാകട്ടെ. ആയുസ് എത്തിയവർക്ക് അല്ലാഹു തആല ഹുസ്നുൽ ഖാത്തിമത്ത് കൊടുത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രസവത്തിനോട് അടുത്ത് നിൽക്കുന്ന ഗർഭിണികളായ